പരിശുദ്ധമായ ഒരു ജപമാല മാസത്തിൻ്റെ അവസാന ദിവസം പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് ഈശോയിലേക്ക് നടന്നെടുക്കുന്ന നമ്മൾ എന്താണ് ജപമാല പ്രാർത്ഥന എന്ന് ഒന്നുകൂടി മനസ്സിൽ ഉറപ്പിക്കണമെന്ന് തോന്നുന്നു. പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥനയല്ല ജപമാല പ്രാർത്ഥന, മറിച്ച് പരിശുദ്ധ അമ്മയോട് എനിക്കു വേണ്ടി ദൈവപിതാവിനോട് മാധ്യസ്ഥം വഹിക്കണമേ എന്ന പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥന. അമ്മയോടൊപ്പം പ്രാർത്ഥിക്കുന്നതാണ് ജപമാല പ്രാർത്ഥന. ഇനിയും മനസ്സിൽ ഉറപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട്. ജപമാല പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവിക രഹസ്യങ്ങളുടെ ആഴം തേടിയുള്ള ഒരു യാത്രയാണ്. ജപമാല പ്രാർത്ഥനയുടെ എല്ലാ രഹസ്യങ്ങളും ഒന്ന് പരിശോധിച്ച് നോക്കുക. രക്ഷാകര സംഭവത്തിലൂടെ മനുഷ്യരാശിയെ രക്ഷിക്കുവാനായി ഈ ലോകത്തിലേക്ക് വന്ന ദൈവപുത്രൻ കടന്നുപോയ എല്ലാ രക്ഷാകര സംഭവങ്ങളെയും അനുസ്മരിപ്പിക്കുന്നതാണ് ജപമാല പ്രാർത്ഥന. പരിശുദ്ധ ബൈബിളിൻ്റെ ഏളുകളിൽ നിന്നും നമ്മൾ എടുക്കുന്ന വചനങ്ങൾ കൊണ്ട് തീർത്ത ഒരു പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥന. അപ്പോൾ ഓർക്കേണ്ടത് ഇത്രമാത്രമാണ്: പരിശുദ്ധ അമ്മയോടൊപ്പം ഈശോയിലേക്ക് നടക്കുവാൻ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വചനങ്ങളുടെ ആവർത്തനം കൊണ്ട് ദൈവശാസ്ത്രപരമായും വചനപരമായും ഏറ്റവും ആഴമുള്ളൊരു പ്രാർത്ഥനയാണ് ഈ ജപമാല പ്രാർത്ഥന. പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന പ്രാർത്ഥന. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന് വലിയ ശക്തിയുണ്ട്. കാരണം അവൾ ദൈവത്തിൻ്റെ മാതാവാണ്, സ്വർലോക രാജ്ഞിയാണ്. ആ അമ്മ നിനക്കും എനിക്കും വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നുണ്ട്. ജപമാലയുടെ അർത്ഥമറിഞ്ഞ് പ്രാർത്ഥിക്കുവാൻ സാധിക്കട്ടെ. രക്ഷാകര സംഭവങ്ങളെ ധ്യാനിക്കുവാൻ, രക്ഷാകര സംഭവങ്ങളെ ആഴത്തിൽ ധ്യാനിക്കുവാൻ സാധിക്കട്ടെ. ഈ ജപമാല മാസത്തിൻ്റെ അവസാന ദിവസം പരിശുദ്ധ അമ്മ നമുക്കെല്ലാവർക്കും വേണ്ടി മാധ്യസ്ഥം വഹിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.